നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അതിജീവിത. സർക്കാർ ഉടൻ അപ്പീൽ നൽകുമെന്നും ഗൂഢാലോചന തെളിയിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരള ജനത ഒപ്പമുണ്ടെന്നും പിണറായി വിജയൻ. മസാല ബോണ്ടിൽ കിഫ്ബിക്ക് താൽക്കാലിക ആശ്വാസം. ഇ.ഡി നോട്ടീസ് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. നടപടി കിഫ്ബിയുടെ അപ്പീലിൽ. വിധിയിൽ സന്തോഷമെന്നും ഇവിടെ ആർക്കും ഇ.ഡിയെ പേടിയില്ലെന്നും മുൻമന്ത്രി തോമസ് ഐസക്. കണ്ണൂർ പിണറായിയിൽ സ്ഫോടനം. CPM പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറി. അന്വേഷണം തുടങ്ങി പോലീസ്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികൾക്ക് ഇന്ത്യൻ ബന്ധമെന്ന് റിപ്പോർട്ട്. വെടിവയ്പിൽ കൊല്ലപ്പെട്ട സജിദ് അക്രം ഫിലിപ്പീൻസിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തുവെന്ന് അന്തർദേശീയ മാധ്യമം. ഹൈദരാബാദ് സ്വദേശിയായ സജിദ് ഓസ്ട്രേലിയയിലെത്തിയത് വിദ്യാർത്ഥി വിസയിൽ. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് ആശ്വാസം. ആശുപത്രികൾ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പിലാക്കേണ്ടെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിനും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനും നോട്ടീസ്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായ കാമറൂൺ ഗ്രീൻ. കൊൽക്കത്ത ഗ്രീനിനെ സ്വന്തമാക്കിയത് 25.20 ലക്ഷം രൂപയ്ക്ക്. 18 കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ പേസർ മതീഷ പതിരണയും. കൊൽക്കത്തയിൽ അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടവുമായി അഭിഗ്യാൻ കുണ്ടു. മലേഷ്യക്കെതിരായ മത്സരത്തിൽ അഭിഗ്യാൻ നേടിയത് 125 പന്തിൽ 209 റൺസ്.